എല്ലാ ദുരിതങ്ങളും മരണവും നമ്മെ ചില കാര്യങ്ങൾ ചിന്തിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്കൊരു മുന്നറിയിപ്പാണ്. ഒരു മരണം, ദുരിതം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു മുന്നറിയിപ്പായിട്ട് നമ്മൾ എടുക്കണമെന്ന്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ദൈവത്തെ കൂടാതെ മനുഷ്യർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിലല്ലാതെ മനുഷ്യർക്കൊരു സുരക്ഷിതത്വമില്ല. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇത് വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 15:5 അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ദൈവത്തെ കൂടാതെ ജീവിക്കുന്നവർക്ക് അവിടെ സുരക്ഷിതത്വം ഉണ്ടാവും. എന്നെ കൂടാതെ ജെറമിയായുടെ പുസ്തകം 17:5-7 വായിക്കുമ്പോൾ 5-ാമത്തെ വചനം പറയാണ്, മനുഷ്യരിൽ നീ ആശ്രയിച്ച് ദൈവത്തെ കൂടാതെ ജീവിച്ചാൽ നീ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെ ആയിരിക്കും. പക്ഷേ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെ ആയിരിക്കും. ഒന്നിനും പേടിക്കേണ്ടതില്ല. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. അപ്രതീക്ഷിതമായ ഒരു കടബാധ്യത ആർക്കു വേണേലും വരാം. അപ്രതീക്ഷിതമായ ഒരു രോഗം ആർക്കു വേണേലും വരാം. ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലെന്ന് ഞാൻ വിചാരിച്ച വ്യക്തികളെക്കുറിച്ച് ഇന്ന് രാവിലെ ഫോൺ വിളിച്ച് പറയുമ്പോൾ അവർക്ക് മാരകമായ രോഗമായി കണ്ടുപിടിച്ചു. നമുക്കിതൊക്കെ സംഭവിക്കാം. അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം. പക്ഷെ അതുകൊണ്ട് നമ്മൾ ദൈവമക്കൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ലൂക്കാ 12, മത്തായി 24, 3 കാര്യങ്ങൾ അവിടെ അടിവരയിട്ട് ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാലും നമ്മൾ തളരാതെ പതറാതിരിക്കാൻ വേണ്ടി ഒന്നാമത്തെ കാര്യം, ബി വിജിലൻറ്റ്, ജാഗരൂകരായിരിക്കുക. നീ ചിലരൊക്കെ പോയി ശുദ്ധ മണ്ടത്തരം കാണിച്ചിട്ട് ഇന്ന് നെഞ്ചും ഉരുകി വേദനിച്ച് നടക്കാം. എന്തുകൊണ്ട് ഞാനന്ന് അങ്ങനെ ചെയ്തു പോയി അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം പഠിപ്പിച്ചിരിക്കുന്നത്. ജാഗ്രത നിനക്ക് വേണം. പാപത്തിൽ വീണിട്ട് പിന്നെ കുംസാരിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് നടക്കുന്നതല്ല ക്രിസ്ത്യാനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. നിങ്ങൾ സങ്കീർത്തനം 119:11 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനം 119:11, കർത്താവെ, അങ്ങയ്ക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. അത് ചെയ്താൽ പാപത്തിൽ വീഴാതിരിക്കാൻ പറ്റുമെന്ന് വിശുദ്ധ ക്രിസോസ്റ്റം പഠിപ്പിച്ച തന്നെ. നമ്മൾ പാപം ചെയ്യുമ്പോൾ അസ്ത്രം ശരീരത്ത് കയറുന്നത് പോലെയാണ്. കുമ്പസാരത്തിലൂടെ ഈ അസ്ത്രം ഊരിയെടുത്താലും അതിൻ്റെ മുറിവ് അവിടെ കിടക്കും. ഇനി ആ മുറിവണങ്ങാൻ എന്ത് ചെയ്യണം? അതിന് നീ ചെയ്ത പാപത്തിന് പരിഹാര പ്രവൃത്തി ചെയ്യണമെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുമ്പസാരത്തിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ബലിയർപ്പണത്തിലൂടെയും എല്ലാം പാപപരിഹാരം നടക്കും. പക്ഷേ ഈ മുറിവുണങ്ങി പൂർണ്ണ സൗഖ്യം കിട്ടാൻ വേണ്ടി നമ്മൾ പാപസുഖം ഏറ്റെടുത്തെങ്കിൽ ശരീരത്തിൽ പരിത്യാഗം നടത്തണം. അപ്പോഴാണ് അതിൻ്റെ കെടുതി കംപ്ലീറ്റ് മാറുന്നത്. അപ്പം അതുകൊണ്ട് അതിനേക്കാൾ ഭേദം ഈ പാപത്തിൽ വീഴാതിരിക്കുന്നല്ലേ. ഈ അമ്പൂരി എടുത്തിട്ട് പിന്നെ അത് ഇത് മരുന്നും വെച്ച് കെട്ടി സുഖപ്പെടുത്തി എടുക്കാനായിട്ട് നോക്കുന്നതിനേക്കാൾ ആ പാപത്തിലേക്ക് വീഴാതിരിക്കുകയായിരുന്നെങ്കിൽ അതിനെന്ത് ചെയ്യണം? കർത്താവിൻ്റെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കണം. അപ്പം അതുകൊണ്ട് വചനം വിട്ടുള്ള, വിശ്വാസം വിട്ടുള്ള ഒരു പരിപാടിക്കും പോകണ്ട. അങ്ങനെയുള്ളവർ കുറച്ച് സുരക്ഷിതരായിരിക്കും. അപ്പം അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, ജാഗരൂകരായിരിക്കുക. രണ്ടാമത്തെ കാര്യം, ലൂക്കാ 12-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ് ഉണർന്നിരിക്കുക. ഉണർന്നിരിക്കാൻ പറ്റത്തില്ല. കർത്താവിൻ്റെ വചനം പറയാണ്, നമുക്ക് ആത്മീയത വേണമെങ്കിൽ പ്രാർത്ഥനയിൽ ഉണർന്നിരിക്കണം. ഉറങ്ങാനൊരു സമയമുണ്ട്, ആ സമയത്ത് ഉറങ്ങിക്കോ. പ്രാർത്ഥിക്കാനുള്ള സമയത്ത് പ്രാർത്ഥിച്ച് ആത്മീയ ഉണർവ് സമ്പാദിക്കണം. മൂന്നാമത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരുങ്ങിയിരിക്കുക. ചിലരുടെയൊക്കെ കമൻ്റ് ചെയ്യാൻ കേട്ടതാണ്, അയ്യോ ആ പാവങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ദുരിതം വന്നതുകൊണ്ട് അവർ വല്ലവരും അനുദപിച്ചിട്ടുണ്ടോ? മരിക്കാൻ പോവാമെന്ന് അറിയുമ്പോഴല്ല പോയി അനുദപിക്കേണ്ടത്. അത് നമ്മുടെ സൂത്രമാണെന്ന് ദൈവത്തിനറിയാം. മരിക്കാൻ പോകാമെന്നോ ലോകം അവസാനിക്കാൻ പോകാമെന്ന് കേട്ടോണ്ടാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. കർത്താവിൻ്റെ വചനം പറയാണ്, സദാ ഒരുങ്ങിയിരിക്കുക, എപ്പോഴും ഒരുങ്ങിയിരിക്കുക. അതല്ലെങ്കിൽ ഒരു കെണി, അതിൻ്റെ പിടി വീഴാമെന്നുള്ളത് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചിലർക്ക് തോന്നിയ അച്ഛനും പറഞ്ഞ എല്ലാം പഴയ നിയമമല്ല, അതൊക്കെ വീട് പുതിയ നിയമത്തിലുണ്ട് കേട്ടോ. ലൂക്ക 21, 34, 35 വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു ദേശത്തിൻ്റെ കാര്യം മാത്രമല്ല, ഭൂമുഖത്ത് ജീവിക്കുന്ന സകലരുടെ മേലും ഇത് സംഭവിക്കും. ഈ ഭൂമുഖത്തുള്ള ആര് ഈ ഒരു മനോഭാവത്തിൽ ജീവിച്ചാലും അത് ഇവർക്ക് സംഭവിക്കാം. മനസ്സ് ദുർബലമാവും. ആ ദിവസം
ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യും. വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സദാ പ്രാർത്ഥിച്ച് ജാഗരൂകരായിരിക്കുക. ഇതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിളി. ആ വിളി നമ്മൾ അനുസരിച്ച് മുമ്പോട്ട് പോകണം. ഏതാനും ചില കാര്യങ്ങൾ നമ്മളെ ഈ ജീവിതത്തിൽ സുരക്ഷിതത്വം നമുക്ക് നൽകി നമ്മളെ സുരക്ഷിതരാക്കുന്ന ഏതാനും ചില കാര്യങ്ങൾ. എന്ത് കാര്യം വന്നാലും ഈ ലോകത്ത് എന്തെല്ലാം സംഭവിച്ചാലും നമ്മൾ സുരക്ഷിതരാകാൻ ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ചില മാർഗങ്ങളുണ്ട്. വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തേതാണ് കർത്താവിൽ ആശ്രയിക്കുക. മരണോ രോഗമോ മുന്നിൽ അല്ലെങ്കിൽ ഇപ്പം വന്നതിൻ്റെ പേരിലല്ല, ഇതെല്ലാം വന്നാലും എനിക്കതിനെ നേരിടാനുള്ള കൃപ കർത്താവ് തരുമെന്നുള്ള ബോധ്യത്തോടെ കർത്താവിൽ ആശ്രയിക്കും. നമുക്ക് സങ്കീർത്തനം 32:10 വചനം, കർത്താവിൽ ആശ്രയിക്കുന്നവരെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. സങ്കീർത്തനം 112:7 വചനം, ഞാൻ എന്ത് കേട്ടാലും ദുർവാർത്ത കേട്ടാലും വല്ലവരെ കുറിച്ചല്ല എന്നെക്കുറിച്ച് കേട്ടാലും ഞാൻ കുലുങ്ങത്തില്ല, കാരണം ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണ്. ഈ വചനങ്ങളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവാശ്രയത്വം വളർത്തിയെടുത്താൽ ദുരിതം വന്നാലും സഹനം വന്നാലും പതറാതെ തളരാതെ മുമ്പോട്ട് പോകാൻ പറ്റും. രണ്ടാമത്തെ കാര്യമാണ് കർത്താവിൻ്റെ വാക്ക് കേൾക്കുക. ഈ വചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വാക്കാണ്. ദൈവത്തിൻ്റെ വാക്ക് ഇത് നമ്മൾ ദിവസവും വായിക്കണം. ഇത് കേൾക്കാൻ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഒരു വചനഭാഗം എടുത്താൽ സങ്കീർത്തനം 91:6 മുതൽ വായിക്കുമ്പോൾ, നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000 എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കില്ല. കാരണം എന്താ? നീ കർത്താവിൽ ആശ്രയിച്ചു. കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. ജെറമിയ 38:20 മനോഹരമായൊരു സന്ദേശം ഈ വചനഭാഗം തരുന്നുണ്ട്. ജെറമിയ 38:20, കർത്താവിൻ്റെ വാക്ക് കേട്ടാൽ വചനമനുസരിച്ച് ജീവിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്, നിനക്കെല്ലാം ശുഭമായിരിക്കും. ഇതാരാ ഇഷ്ടപ്പെടാത്ത? ശുഭമായിരിക്കും. നിന്റെ ജീവൻ സുരക്ഷിതമായിരിക്കും. ആ രണ്ട് കാര്യങ്ങളാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിനക്കെല്ലാം ശുഭമാകും, നിന്റെ ജീവിതത്തിന് സെക്യൂരിറ്റി ഉണ്ടാകും, സുരക്ഷിതത്വം ഉണ്ടാകും. മൂന്നാമത്തെ കാര്യമാണ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി വിളിക്കണം. സങ്കീർത്തനം 50:15 വചനം വായിച്ച സങ്കീർത്തനം 50:15 പറയുന്നത്, അനർത്ഥകാലത്ത് ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. വിളിച്ചപേക്ഷിക്കണം. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും ജെറമിയ 14:17, വിലാപങ്ങൾ 2:18-19. ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? കണ്ണീർ പ്രവാഹം. നമുക്കെന്തെങ്കിലും ഒരു ദുരിതം വന്നതിൻ്റെ പേരിലല്ല, നമ്മുടെ സഹോദരങ്ങൾ വേദനിക്കുമ്പോഴും നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം കണ്ണീർ പ്രവാഹം. കണ്ണീർ ഒഴുകട്ടെ എന്നാണ് പറഞ്ഞു. നിലയ്ക്കാതെ ഒഴുകട്ടെ, നിലവിളികൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ. അതാണ് ദൈവത്തിൻ്റെ വചനം പറയുക. നാലാമത്തെ കാര്യമാണ് ദൈവത്തെ കൊണ്ട് നമ്മുടെ കരം പിടിപ്പിക്കണം. ഞാൻ കണ്ടിട്ടുണ്ട് ചില പിള്ളേർ അമ്മയുടെ കയ്യെ പിടിച്ചുകൊണ്ടാണ് പോകുന്നെങ്കിൽ അവരുടെ കയ്യേൽ അമ്മയെ കൊണ്ട് അപ്പനെ കൊണ്ട് പിടിപ്പിക്കുകയല്ലോ, ഇവർ പിടിക്കും. എന്നാന്നറിയോ? ഇവർ പിടിക്കുകയാണെങ്കിൽ എപ്പം വേണേലും കൈ വിട്ടിട്ട് ഓടാം. അമ്മ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ഓടാൻ പറ്റത്തില്ല. ഇതുപോലെ പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ കരം പിടിക്കാൻ അനുവദിച്ചാൽ നമ്മുടെ ആത്മാവ് നശിക്കില്ലെന്നാണ് വിശുദ്ധർ പഠിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ കരം പിടിച്ച് നടക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവത്തെ കൊണ്ട് നമ്മുടെ കരം പിടിപ്പിക്കണം. അതാണ് യെശയ്യാ 41:13 വചനം, ഞാൻ നിന്റെ കരം പിടിച്ചിട്ടുണ്ട്, ഭയപ്പെടേണ്ട. കർത്താവിൻ്റെ വാക്കാ കേട്ടോ. ഞാൻ നിന്റെ കരം പിടിച്ചിട്ടുണ്ട്, നീ പേടിക്കണ്ട. നീ രാവെന്നോ പകലെന്നോ ഇല്ലാതെ പേടിച്ച് കഴിയുന്ന ആൾക്കാരെ കാണാൻ പറ്റും. ഈ വചനം വിശ്വാസത്തോടെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തിനിങ്ങനെ ഭയപ്പെട്ട് കഴിയണം? കർത്താവ് പറയാണ്, ഞാൻ നിന്റെ കരം പിടിച്ചിട്ടുണ്ട്. അഞ്ചാമത്തെ കാര്യമാണ് ഹൃദയം പൊട്ടുമാറ് കരയണം. ചിലരെന്തോ രോഗം വന്നെന്ന് കേട്ടോണ്ട് പിന്നെ ഭയങ്കര അന്ന് മുതൽ കരച്ചില്ല. വേറെ ചിലർ ഒരാട്ടുംകാഷ്ടത്തിൻ്റെ വലിപ്പത്തിലുള്ള എന്തോ സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടതാണ്, ഇതിൽ കടന്നിട്ട് ഉറക്കവും വരുന്നില്ല, കരച്ചില്ല. അതിനൊക്കെ വേണ്ടി ഹൃദയം പൊട്ടിക്കും. എൻ്റെ പ്രിയപ്പെട്ടവർ, ദൈവ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിനേക്കാളൊക്കെ നമ്മൾ ഹൃദയം പൊട്ടുമാറ് കരയേണ്ട ചില കാര്യങ്ങൾ. എസെക്കിയേൽ 9:4 വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദേശത്ത് നടമാടുന്ന മ്ലേച്ഛതകൾ കണ്ടിട്ട്, ദേശത്ത് നടമാടുന്ന ദുരിതങ്ങൾ കണ്ടിട്ട് ഹൃദയം പൊട്ടുമാറ് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ നെറ്റിയിൽ അടയാളമിടണം. സംഹാരദൂത, അവരെ തൊട്ടുപോകരുത്. ഈ കണ്ട കാര്യങ്ങളെല്ലാം, ദുരിതങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ട് നമുക്കൊന്ന്
ശരിക്കും ഉള്ളൊരുക്കി ദൈവമേ അങ്ങനെ സഹായിക്കണമേ എന്നൊന്ന് വിളിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എങ്ങനെ ഈ അടയാളം നമ്മുടെ നെറ്റിയിൽ വീഴും? എങ്ങനെ പിന്നെ നമ്മൾ സുരക്ഷിതരായിരിക്കും? നമുക്ക് ഉരുള് പൊട്ടേണ്ട കാര്യമൊന്നുമില്ല. അതല്ലാതെ തന്നെ ഇപ്പം ഏതെല്ലാം രീതിയിൽ നമുക്ക് നശിക്കാൻ പറ്റും. ഇവിടെ വചനം പറയുകയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഹൃദയം പൊട്ടുമാറ് നെടുവേർപ്പെടുക. എസെക്കിയേൽ 21:6 വചനം വായിച്ചാലും ഇത് തന്നെയാണ്. ഹൃദയം പൊട്ടുമാറ് നെടുവേർപ്പെട്ട് പ്രാർത്ഥിക്കാനാണ്, വിളിക്കാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് പലരും ഈ സോദോം ഗൊമോറ പട്ടണം നശിക്കാനുള്ള കാരണം എന്നായിരുന്നു? എന്താ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? അവരെല്ലാം ഇങ്ങനെ ഈ എന്നാ സ്വവർഗഭോഗം, വ്യഭിചാരം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. അതൊന്നും ഞാൻ ചെയ്യുന്നില്ല, അതുകൊണ്ട് എൻ്റെ കുടുംബത്തിന് ഒരു കുഴപ്പവും വരികയില്ല എന്ന് ചിലർ വിചാരിക്കുന്നുണ്ടല്ലേ. സോദോം ഗൊമോറ നശിക്കാനുള്ള കാരണം ഇതായിരുന്നോ? വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എസെക്കിയേൽ 16:19 എസെക്കിയേൽ 16:19 സോദോമിൻ്റെ പാപം എന്തായിരുന്നെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രൗഢി, അതുപോലെ തന്നെ ഭക്ഷണ സമൃദ്ധി അല്ലെങ്കിൽ സുഖലോലുപത. പ്രൗഢി, സുഖലോലുപത, ഗർവ്. ആ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, അവർ പാവങ്ങളെ, പാവപ്പെട്ടവരെ തുണച്ചില്ല. ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല. എസെക്കിയേൽ 16:19 വായിച്ചു. ഇതെല്ലാം ഉണ്ടോ അവിടെ? എസെക്കിയേൽ 16:19. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ വഞ്ചിക്കപ്പെടരുത്. നമുക്ക് അതുപോലെ നാശം വരാനായിട്ട് നമ്മൾ സ്വവർഗഭോഗവും വ്യഭിചാരവും അങ്ങനെ മൃഗഭോഗവും അങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെ പോകണമെന്നൊന്നുമില്ല. സോദോമിൻ്റെ പാപം എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കാണുക. 6ാമത്തെ കാര്യമാണ് നമുക്ക് സുരക്ഷിതത്വം നൽകുന്ന 6ാമത്തെ കാര്യം, ജീവിതം വചനത്തിൽ പണിതുയർത്തണം. ഞാനൊരു വീടിന് തറക്കല്ലിടാൻ ചെന്നപ്പോഴത്തേക്ക് അവരെനിക്ക് ഒരു സങ്കീർത്തനം 91 അവരുടെ കൈപ്പടയിൽ എഴുതി ലാമിനേറ്റ് ചെയ്തിട്ട് എൻ്റെ തന്ന്, ഇതൊന്ന് വെച്ചാൽ മതി. ഞാൻ ആ വീടിന് തറക്കല്ലിടാൻ പഞ്ചലോഹവും വെച്ചില്ല, അങ്ങനെ ഒരു ലോഹവും കൊണ്ട് വെച്ച്. ഞാനിടയ്ക്ക് ആ വീട്ടിൽ പോകുന്നു. എനിക്കറിയാം ആ വീട്ടിൽ നല്ല സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. അവർക്ക് ഇതുവരെ ഒരു തകർച്ചയും വന്നിട്ടില്ല, പഞ്ചലോഹം ഇല്ലാഞ്ഞുകൊണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 7:21 മുതൽ വായിച്ചാൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താ? വചനത്തിന്മേൽ ഭവനം പണിതുയർത്ത്. പാറമേൽ ഭവനം പണിത് ഉയർത്തുക എന്ന് പറഞ്ഞാൽ അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. വചനം കേട്ടിട്ട് അത് അനുസരിക്കാത്തവരെ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യൻ. നമുക്ക് വള്ളിപ്പോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും അന്ധവിശ്വാസത്തിന് ഒരു കുറവുമില്ല. എന്നിട്ട് പിന്നെ നമ്മുടെ കുടുംബത്തിൽ സമാധാനം വേണം, നമ്മുടെ മക്കൾക്ക് നല്ല ഭാവി വേണം എന്ന് ചിന്തിച്ചിട്ട് എന്ത് കാര്യം? മോഹിച്ചിട്ട് എന്ത് കാര്യം? വചനാധിഷ്ഠിത ജീവിതം അത് വളരെ ആവശ്യമാണ്. സുഭാഷിതങ്ങൾ 30:5 വായിച്ചാൽ കർത്താവിൻ്റെ വചനം, ആ വചനത്തിൽ ആശ്രയിക്കുന്നവർക്ക് കവചമായി മാറും. കവചം, സുരക്ഷിതത്വം നൽകുന്ന കാര്യം, അതാണ് അവിടെ നമ്മൾ കാണുക. 7ാമത്തെ കാര്യമാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുക. സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ ഈ കാര്യം ചെയ്യണം കേട്ടോ. നിങ്ങൾ ജോബിൻ്റെ ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ 1-ാം അധ്യായം, ജോബിനെ പോലെ സത്യസന്ധനും നിഷ്കളങ്കനും തിന്മയെ വെറുക്കുന്നവനും ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ആരുണ്ട്? എന്നിട്ടും സാത്താൻ പറഞ്ഞ, അതേ നീ അവന് ഈ സുഖസൗകര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ടാണ് എന്തോരം സ്വത്താ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടല്ലേ. സ്വത്ത് മാറ്റി നോക്കിക്കേ. ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, സ്വത്ത് മാറ്റി നോക്കിക്കോ, പക്ഷെ അവൻ്റെ ആത്മാവിനെ തൊട്ടുപോകരുത്. ഇന്ന് ചിലർക്കൊക്കെ സ്വത്തെന്ന് പറഞ്ഞാൽ എന്നോ വലിയ ഒരു നിധിയാണ്. ആത്മാവെന്ന് പറഞ്ഞാൽ ചുമ്മാ മാങ്ങാണ്ടി പോലെ അതിന് ഒരു വിലയും കൽപ്പിക്കാതെ അവൻ്റെ ഇരിക്കുന്ന അവസ്ഥ. ഇവിടെ നോക്കിയേ, അവൻ്റെ ആത്മാവിനെ തൊട്ടുപോകരുതെന്നാണ് പറഞ്ഞത്. അതിന് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ജോബ് പറഞ്ഞത്, ദൈവം തന്നു, ദൈവം എടുത്തു. ജോബ് ദൈവത്തിൽ നിന്ന് അകന്നു പോയോ? ഇല്ല. ബൈബിളിൽ ഇഷ്ടം പോലെ സംഭവങ്ങൾ കാണാൻ സാധിക്കും. ദുരിതം വന്നപ്പോൾ ദൈവത്തോട് അടുത്തവര്, ദുരിതം വന്നപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയവര്. 2 ദിനവൃത്താന്തം 14-ാം അധ്യായം 15-ാം അധ്യായത്തിന് 4 അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. ദുരിതം വന്നപ്പോൾ ഇസ്രായേൽക്കാർ ദൈവത്തോട് അടുത്തു, ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. ദുരിതം വന്നപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയ വ്യക്തിയാണ് ആസാ രാജാവ്. 2 ദിനവൃത്താന്തം 16:10 വായിച്ചാൽ അത് കാണാൻ പറ്റും. 2 മക്കബായർ അതിൻ്റെ 9-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ അന്ത്യോക്കസ് ദുരിതം വന്നപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയവൻ. യാക്കോസ്ലിയ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. 4-ാം അധ്യായം 7 മുതൽ വായിച്ചാൽ മതി. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, സാത്താനെ ചെറുത്ത് തോൽപ്പിക്കുക. രണ്ടും വേണം. സാത്താനെ ചെറുത്ത് തോൽപ്പിക്കണം, ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അതാണ് ആ വചനത്തിൽ നമ്മൾ കാണുക. 8ാമത്തെ കാര്യമാണ് പാപത്തിന് പരിഹാരം ചെയ്യണം. നമ്മുടെ ഭാഗത്തു നിന്ന് വന്ന പാപമാണേലും കുടുംബാംഗങ്ങളുടെ പാപമാണേലും തലമുറയുടെ പാപമാണേലും പരിഹാരം ചെയ്യുന്നത് നല്ലതായിരിക്കും. ചില കെട്ടഴിയാനായിട്ട് അതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. പുറപ്പാട് 32 വായിച്ചാൽ മതി. അവര്
കാളക്കുട്ടി ഉണ്ടാക്കി വെച്ച് വിഗ്രഹാരാധന നടത്തി. ദൈവത്തിൻ്റെ ക്രോധം ജ്വലിച്ചു. മോശയുടെയും കോപം ജ്വലിക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ 30-ാമത്തെ വചനത്തിൽ മോശ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ പോകാം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പോകാം, ഞാൻ പോയിട്ട് നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്യാം. അങ്ങനെ കർത്താവ് നമ്മളോട് കരുണ കാണിക്കട്ടെ. എന്തേ ഈ ചിന്ത നമുക്ക് വരാത്തത്? നമ്മുടെ മക്കൾ ചെയ്ത പാപമായിരിക്കാം, മാതാപിതാക്കളായിട്ട് ചെയ്ത പാപമായിരിക്കാം. ഞാൻ അതിൻ്റെ വല്ലതൊക്കെ എഴുതി കിടപ്പുണ്ടെങ്കിൽ കർത്താവേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങ് അനുവദിക്കുന്ന സഹനങ്ങൾ, അതല്ലെങ്കിൽ എനിക്ക് എടുക്കാവുന്ന ത്യാഗങ്ങൾ ഞാൻ എടുക്കാം. എൻ്റെ തലമുറ വിശുദ്ധീകരിക്കപ്പെടട്ടെ, എൻ്റെ കുടുംബാംഗങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. അങ്ങനെ പറയാൻ പറ്റുന്നിടത്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. 9-ാമത്തെ കാര്യമാണ് പ്രത്യാശയിൽ തൂങ്ങിക്കിടക്കുക എന്നുള്ളത്. നമുക്ക് ക്ലേശങ്ങൾ, ദുരിതങ്ങളൊക്കെ വരാം, പക്ഷെ അവിടെ പ്രത്യാശ വെടിയരുത്. നിങ്ങൾ ആ ലൂക്ക 19:48 ലൂക്ക 19:48 അത് വായിച്ചാൽ അവിടെ കാണുന്നൊരു കാര്യമുണ്ട്. ദൈവവചനത്തിൽ തൂങ്ങിക്കിടന്ന ഒരു കൂട്ടം ആൾക്കാർ, അവർ വചനത്തിൽ ഇങ്ങനെ മുഴുകിയിരുന്നുകൊണ്ട് അവരെ ആർക്കും നശിപ്പിക്കാൻ പറ്റിയില്ല. എൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് they were hanging on to the word of God. ഇതുപോലെ പ്രത്യാശയിൽ തൂങ്ങിക്കിടക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതാണ് ഹെബ്രായർ 6:19. ഇത് നമ്മുടെ ആത്മാവിനെ രക്ഷിക്കുന്ന ഒരു നങ്കുരമാണ് പ്രത്യാശ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവസാനത്തെ കാര്യമാണ് കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്നവർക്ക് സുരക്ഷിതത്വം ഉണ്ടാവും. ദൈവത്തിൻ്റെ കൽപ്പനകൾ, നിങ്ങൾ നിയമാവർത്തനം 4:40 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. നിനക്കും നിന്റെ മക്കൾക്കും തലമുറയ്ക്കും ദൈവാനുഗ്രഹം കിട്ടാൻ, ദൈവിക സംരക്ഷണം കിട്ടാൻ എൻ്റെ കൽപ്പനകൾ പാലിക്കുക. ജെറമിയ 1-ാം അധ്യായം എടുക്കുമ്പോൾ, ജോഷുവ 1-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വചനഭാഗം വായിച്ചാൽ ജോഷുവയ്ക്ക് ദൈവം കൊടുത്തൊരു വാഗ്ദാനമുണ്ട്. നിന്റെ ആയുഷ്കാലത്ത് ആരും നിന്നെ തോൽപ്പിക്കില്ല. അതിനെന്ത് ചെയ്യണം? എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവ്വം നീ പാലിക്കണം. നമുക്ക് എഴുന്നേറ്റ് നടക്കാം. ഇവിടെ കേട്ട ദൈവവചനമാണ്. വചനം നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഉന്മേഷം നൽകുന്നതാണ്. വചനം നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കേണ്ടതാണ്. വചനം നമുക്ക് അറിവ് പകർന്നു തരുന്നതാണ്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ആ ബോധ്യത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, തുടർന്ന് വരുന്ന ലോകം മുഴുവന് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ ദൈവം നമ്മയും അനുഗ്രഹിക്കും, നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കും. നമുക്ക് ആ ബോധ്യത്തോടെ പ്രാർത്ഥിക്കാം.